Amrita Miss ആണ്. Proof of irrationality of root 2. Proof of irrationality of root 2. Root 2 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള പ്രൂഫ്. ഇത് നമ്മൾ എല്ലാ പേർക്കും ഒരുവിധം എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് എങ്ങനെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാം, എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ റൂട്ട് 2 ഇറാഷണൽ ആണ് അല്ലേ? അപ്പൊ എന്താണ് റാഷണൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എന്തെന്ന് പറയാം? റാഷണൽ നമ്പർ എന്ന് പറയാം. അതായത് 1/2 ഒരു റാഷണൽ നമ്പറാണ്. ചുമ്മാ ഞാൻ 5 എന്ന് എഴുതിയാൽ അതൊരു റാഷണൽ നമ്പറാണ്. എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് P/Q ഫോമിൽ എഴുതാനായിട്ട് പറ്റും. അവരെല്ലാവരെയും നമ്മൾ റാഷണൽ നമ്പർ എന്നാണ് പറയുക. പക്ഷേ ചില നമ്പേഴ്സ് ഉണ്ട്, അതായത് റൂട്ട് 2 ആയിക്കോട്ടെ, റൂട്ട് 3 ആയിക്കോട്ടെ, പൈ ആയിക്കോട്ടെ, റൂട്ട് 5 ആയിക്കോട്ടെ, ഇവരെ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? P/Q ഫോമിൽ എഴുതാനായിട്ട് പറ്റില്ല. കാരണം ഇവരൊക്കെ തന്നെ ഇറാഷണൽ നമ്പറാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇറാഷണൽ നമ്പർ ആയത്? അതിന്റെ പ്രൂഫ് എവിടെ? ആ പ്രൂഫ് നമ്മൾ പഠിക്കുന്നത് സെപ്പറേറ്റ് ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ആ പ്രൂഫിന്റെ പേരാണ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ അതെന്താന്ന് മിസ് പറഞ്ഞുതരാം. സാധാരണ നമ്മളൊരു പ്രൂഫ് ചെയ്യുക എങ്ങനെയാ? ഒരു ഫാക്ട് ഉണ്ടാവും, ആ ഫാക്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ട് തിയറംസ് ഒക്കെ അപ്ലൈ ചെയ്ത് പ്രൂവ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ദ ഡയറക്റ്റ് മെത്തേഡ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് അതാണ്. പക്ഷെ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷനിൽ ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മൾ ഒരു കളവ്, ഒരു ലൈ അസ്യൂം ചെയ്യുവാണ്. ഈ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളവ്, അതായത് ലൈ അല്ലെ, റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ട്രൂ ആണെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും കള്ളത്തരം കുറെ കാലം പിടിച്ചു നിൽക്കുമോ? ഇല്ല. സം പോയിന്റിൽ ആ കളവ് എന്ത് വീഴും? പൊളിഞ്ഞ് വീഴും. അതേ സംഭവം തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് ഈ പേര് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു കളവാണ്, ഒരു ലൈ, ഒരു തെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ശരിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യുന്നു, പ്രൂഫ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അറ്റ് സം പോയിന്റ് എന്ത് സംഭവിക്കും? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൂഫ് പൊളിഞ്ഞു വീഴും, തകരും. ദാറ്റ് മീൻസ് ദർ വിൽ ഹാപ്പൻ എ കോൺട്രഡിക്ഷൻ. അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഹാപ്പൻ ചെയ്യും. അപ്പം നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന ആ ഒരു ലൈ തെറ്റ് തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്യും. സോ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് റൂട്ട് 2ന്റെ ഇറാഷണാലിറ്റി നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് റൂട്ട് 2 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പർ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഹിപ്പാക്കസ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിന് നമ്മളൊരു ട്രാപ്പ് ഉണ്ടാക്കുവാണ്. അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്ന ലൈ എന്ന് പറയുന്നത് റൂട്ട് 2 ഒരു റാഷണൽ നമ്പർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന റൂട്ട് 2 ഒരു റാഷണൽ നമ്പർ ആണ് എന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യാം. നമുക്കറിയാം റൂട്ട് 2 റാഷണൽ നമ്പർ അല്ല, ഇറ്റ് ഈസ് എ ലൈ. റൂട്ട് 2 റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്കറിയാം റൂട്ട് 2 ഈസ് ഈക്വൽ ടു P/Q ആയിരിക്കും. റാഷണൽ നമ്പേഴ്സിനെ എല്ലാം നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റും. സോ റൂട്ട് 2 റാഷണൽ നമ്പർ ആണ് എന്നുള്ള ലൈ, ഇതൊരു ലൈ ആണ്, ഒരു കളവാണ്, ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്യുന്നു. Assume that root 2 is equal to P/Q. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, Q not equal to 0 ആയിരിക്കണം. P and Q എന്തായിരിക്കണം? കോ പ്രൈം ആയിരിക്കണം. എന്താണ് കോ പ്രൈം എന്ന് പറഞ്ഞാൽ? ഇവർക്ക് കോമൺ ആയിട്ട് ഒരു നമ്പർ പോലും വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ 8 എന്ന് എഴുതുന്നു, 15 എന്ന് എഴുതുന്നു. 8നും 15 ആയിട്ട് കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരാളുണ്ടോ? ഉണ്ട് മിസ്സേ, 1 ഉണ്ട്. 1 ഉണ്ടെന്ന് എനിക്ക് പറയാം. 1 അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 8നും 15നും കോമൺ ആയിട്ട് ആരും തന്നെ ഇല്ല. സോ ഇവരെന്താണ്? കോ പ്രൈം നമ്പേഴ്സ് ആണ്. അനദർ എക്സാമ്പിൾ, 12 ഡിവൈഡഡ് ബൈ 48 അല്ലെങ്കിൽ 12 ഡിവൈഡഡ് ബൈ 18. 12ഉം 18ഉം കണ്ടാൽ തന്നെ അറിയാം അവിടെ എന്താണ്? രണ്ടുപേരും ഈവൻ നമ്പർ ആണ്. 2 കോമൺ ആയിരിക്കും. രണ്ടുപേരിലും 3 കോമൺ ആയിരിക്കും അല്ലെ? ഒരുപാട് നമ്പേഴ്സ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇവരെന്തല്ല? കോ പ്രൈം നമ്പേഴ്സ് അല്ല. റെഡി? അപ്പൊ ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. റൂട്ട് 2 എന്ന് പറയുന്നത് P/Q ആണ്. ഇവിടെ Pയും Qയും എന്താണ്? ഇൻഡിജേഴ്സ് ആണ്, കോ പ്രൈം നമ്പേഴ്സ് ആണ്. ഇതാണ് നമ്മളുടെ അസംഷൻ. ഇതാണ് നമ്മൾ സത്യമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന വലിയ കള്ളത്തരം. റെഡി? അപ്പൊ നമ്മളുടെ അസംഷൻ സെറ്റായി. സോ വി അസ്യൂം ദാറ്റ് റൂട്ട് 2 ഇസ് എ റാഷണൽ നമ്പർ. അവർ അസംഷൻ ഇറ്റ് ഇസ് എ ലൈ. ആലോചിക്കണം, റൂട്ട് 2 ഇസ് ഈക്വൽ ടു P/Q. ഇവിടെ P ആൻഡ് Q ഇൻഡിജേഴ്സ് ആണ്. Q ഒരിക്കലും 0 ആവരുത്. P ആൻഡ് Q കോ പ്രൈം ആണ്. അവർക്ക് എന്തുണ്ടാവരുത്? കോമൺ ആയിട്ട് ഒരു നമ്പേഴ്സും ഉണ്ടാവരുത്. ഇനി നമ്മളുടെ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളുടെ അസംഷൻ അസ്യൂം
assume that root 2 is a rational number, it's a p by q. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുന്നു, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ എന്ത് സംഭവിക്കും? √2 the whole square equal to p by q the whole square. രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. √2ന്റെ സ്ക്വയർ എന്താണ്? ഏത് റൂട്ടിന്റെ സ്ക്വയർ എടുത്താലും അതിനുള്ളിലുള്ള ആൾ തന്നെ വരും, 2 തന്നെ വരും. പിയുടെ സ്ക്വയർ പി സ്ക്വയർ, ക്യൂവിന്റെ സ്ക്വയർ ക്യൂ സ്ക്വയർ. സിമ്പിൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ? അപ്പോൾ എന്ത് വരും? 2q² ഈക്വൽ ടു പി സ്ക്വയർ. 2q² is equal to p². ഇതിന്റെ മീനിങ് എന്താണെന്നറിയോ? p² എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. എടാ മോനെ, p² എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ p എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. p² എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ p എന്ന് പറയുന്നതും 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സിമ്പിൾ. p² എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ p എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കും. p ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? p എന്ന് പറഞ്ഞാൽ 2ന്റെ ഏതോ ഒരു മൾട്ടിപ്പിൾ ആണ്, 2a ആണ്. 2ന്റെ ഏതോ ഒരു മൾട്ടിപ്പിൾ 2a അല്ലെങ്കിൽ 2k എന്താട്ടെ, 2k 2ന്റെ ഏതോ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ p എന്ന് പറഞ്ഞാൽ 2k ആണെന്ന് കിട്ടി അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ആ pക്ക് പകരം 2k കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് p² is equal to 2q² ആണ്. ശരിയല്ലേ? ഇനി പിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 2k എന്ന് എഴുതി. അപ്പോൾ 2k the whole square equal to 2q². ഒന്നുമില്ല, ഈ പിക്ക് ഈ 2k എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി? 4k² is equal to 2q² എന്ന് വന്നു. ഈ 4ഉം 2ഉം അല്ലേ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2k² equal to q². ഇതാ കിടക്കുന്നു. q² equal to 2k². അതായത് q² എന്ന് പറയുന്ന 2ന്റെ മൾട്ടിപ്പിളാണ്. അതിനർത്ഥം q എന്ന് പറയുന്നതും ഒരു ഈവൻ നമ്പർ ആണ് എന്നല്ലേ? അതായത് q is equal to ഒരു ഈവൻ നമ്പർ ആണ്, 2ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് കിട്ടിയല്ലേ? q എന്ന് പറയുന്നതും ഒരു ഈവൻ നമ്പർ ആണ്. q ഈക്വൽ ടു ഈവൻ നമ്പർ. അതായത് p എന്ന് പറയുന്നതും ഒരു ഈവൻ നമ്പർ ആണ്, q എന്ന് പറയുന്നതും ഒരു ഈവൻ നമ്പർ ആണ്. ക്യൂവും പിയും ഈവൻ നമ്പർ. അതിനർത്ഥം അവർക്ക് കോമൺ ആയിട്ട് ആരുണ്ട്? 2 ഉണ്ട്. എടാ, ഈവൻ നമ്പറിന്റെ കോമൺ ആരാ? 2 അല്ലേ? ക്യൂവിലും പിയിലും കോമൺ ആയിട്ട് ആരുണ്ട്? 2 ഉണ്ട്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ എന്ത് പറഞ്ഞിട്ടാ തുടങ്ങിയേ? പിയും ക്യൂവും കോപ്രൈം നമ്പേഴ്സ് ആണ്, അവർക്ക് കോമൺ ആയിട്ട് ആരും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്തു. പകുതി എത്തിയപ്പോൾ മനസ്സിലായി പി ഈവൻ നമ്പർ ആണ്, ബാക്കിയുള്ള ചെയ്തപ്പോൾ മനസ്സിലായി ക്യൂ ഈവൻ നമ്പർ ആണ്. ദാറ്റ് മീൻസ് പിക്കും ക്യൂക്കും കോമൺ ആയിട്ട് ആരുണ്ട്? 2 എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്. പൊട്ടിയില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മളെ കൊണ്ട് നടക്കുന്ന കളവ് ഒരു പോയിന്റിൽ എത്തുമ്പോൾ പൊളിഞ്ഞു വീണു. നമ്മൾ കോപ്രൈം ആണ് എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ അസംഷൻ ഇവിടെ പൊളിഞ്ഞു വീണു. സോ ഹെൻസ് അവർ അസംഷൻ ഈസ് റോങ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കോൺട്രഡിക്ഷൻ. പി ആൻഡ് ക്യൂ ബോത്ത് ആർ ഈവൻ, ദേ ഷെയർ എ ഫാക്ടർ ഓഫ് 2, ദേ ആർ നോട്ട് കോപ്രൈം. കോപ്രൈം ആണെങ്കിൽ മാത്രമേ നമ്മളുടെ ആ അസംഷൻ ട്രൂ ആവുള്ളൂ. ഇവിടെ കോപ്രൈം അല്ല, നമ്മളുടെ അസംഷൻ റോങ് ആണ്. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? √2 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ എന്നാണെന്ന് നമ്മളുടെ അസംഷൻ. ആ അസംഷൻ റോങ് ആണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി. സോ ഇതാണ് √2ന്റെ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ഇതേ മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് √3ഉം √5ഉം √7ഉം നിങ്ങളോട് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാം. സിമ്പിൾ ആയിട്ട് ആ നമ്പേഴ്സ് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും നമ്മളുടെ നിഞ്ച ബാച്ചിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം. ഇപ്പോഴാണെങ്കിൽ ഓണം ഓഫറോട് കൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അടിപൊളി ക്ലാസ്സുകളാണ്, മിസ് ചെയ്യരുത്. വേഗം ജോയിൻ ചെയ്യാം.